ഹലോ, നമസ്കാരം, ഗുഡ് ഈവനിങ്. കേരളത്തിൻ്റെ നമ്പർ 1 FM ക്ലബ് FM-ൽ ഇത് പ്രണയിക്കുന്നവരുടെ സ്വന്തം നേരം, ലവ് ബൈറ്റ്സിൻ്റെ നേരം. റീനുണ്ട് കൂടെ. നിന്റെ സ്വപ്നങ്ങൾ നീ കണ്ണിൽ സൂക്ഷിക്കരുത്. അകന്നിരിക്കുമ്പോൾ അത് കണ്ണീരിൽ അലിഞ്ഞു പോകും. പകരം നിന്റെ സ്വപ്നങ്ങൾ നിന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുക. കാരണം നിന്റെ ഓരോ ഹൃദയമിടിപ്പിലും ഞാനുണ്ട്. എൻ്റെ പ്രണയം നിന്നിൽ തുടങ്ങുന്നു, നിന്നിൽ തീരുന്നു. നീ എന്നെ അറിഞ്ഞാലും ഇല്ലെന്ന് നടിച്ചാലും ഇനി നിരസിച്ചാലും എന്നൊക്കെ പറയാനായിട്ട് എന്തൊരു എളുപ്പമാണ്. പക്ഷെ പ്രണയം അത് പിടിച്ചു വാങ്ങാനായിട്ട് കഴിയില്ല. എൻ്റെ ഉള്ളിൽ നിറയെ നീ ആയതുപോലെ നിൻ്റെ ഉള്ളിൽ ഞാനായിരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കാം. വാശി പിടിക്കാൻ പറ്റുമോ? പ്രണയത്തെ സ്നേഹിക്കുന്ന, പ്രണയത്തിലായിരിക്കുന്ന എല്ലാവർക്കുമായി ക്ലബ് FM ലവ് ബൈറ്റ്സ്. കൂടെ റീനു. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. കേരളത്തിൻ്റെ നമ്പർ 1 FM ക്ലബ് FM-ൽ ഇത് ലവ് ബൈറ്റ്സ് വിത്ത് റീനു. പിന്നെ ഇന്നൊരു വെരി സ്പെഷ്യൽ പേഴ്സണും കൂടി വന്നിട്ടുണ്ട്, സക്കീർ ഹുസൈൻ. ഹായ്. ഹലോ. എന്താ ചെയ്യുന്നു? ഞാൻ HDFC ബാങ്ക് സ്റ്റാഫാണ്. ക്രെഡിറ്റ് കാർഡ് സെക്ഷൻ ക്രെഡിറ്റ് കാർഡ് ഓഫീസറാണ്. ക്രെഡിറ്റ് കാർഡ് ആണല്ലേ? അതെ. കുറച്ച് കാശിന് ആവശ്യമുണ്ടായിരുന്നു. അത് എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല. അത് നമ്മളൊരു ക്രെഡിറ്റ് കാർഡ് മേടിച്ചു എന്ന് ഓർത്തോ, അതിനുശേഷം കാശ് അടയ്ക്കാതെ പോയി, എന്ത് സംഭവിക്കും? HDFC ബാങ്ക് അല്ല, എന്തായാലും തിരിച്ചു വാങ്ങിക്കും, മേടിക്കും. അതിനൊരു പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് തന്നെ ഉണ്ട്. നിങ്ങൾ അതിന്റെ ഹെഡാണോ? അല്ലല്ല, അതിന് മെന്റൽ ഡിസോർഡർ വരെ ഞങ്ങൾക്ക് ഉണ്ട്. ഓരോ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, റിസ്ക്, കളക്ഷൻ, അങ്ങനെ അവര് വാങ്ങിച്ചോളും. നിങ്ങളെ കണ്ടിട്ട് അതിന്റെ ഗുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ എന്റെ കാശ്, നിങ്ങളുടെ കാശ് പോവില്ല. എന്നെ കണ്ട അങ്ങനെ തോന്നിയെങ്കിൽ എന്റെ മനസ്സ് ഭയങ്കര വിശാലമാണ്. എനിക്ക് വയ്യ. സക്കീർ ഹുസൈൻ പ്രണയിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഓക്കെ, പ്രണയിച്ചിട്ടുള്ള സക്കീർ ഹുസൈൻ ആണ് ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ നിന്ന് 1 മണി വരെ നമ്മുടെ കൂടെ ഉണ്ടാവാൻ പോകുന്നത്. ഫേസ്ബുക്കിലെ ക്ലബ് FM കോൺടെസ്റ്റ് പേജിൽ ഞാൻ ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിന് ഒരു ഉത്തരം തരണം. ആൻഡ് കേട്ടുകൊണ്ടിരിക്കണം ലവ് ബൈറ്റ്സ് വിത്ത് റീനു ആൻഡ് സക്കീർ ഹുസൈൻ. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ആദ്യ പ്രണയം ഏത് പ്രായത്തിലായിരുന്നു? ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ റീനു സക്കീർ ഹുസൈൻ്റെ അടുത്ത് ഇതാ ചോദിക്കുന്നത്. 1ാം ക്ലാസ്സിൽ പഠിച്ചപ്പോ. 1ാം ക്ലാസ്സിലാ? ആരെ, എപ്പോ, എങ്ങനെ, എവിടെ? നാട്ടി തന്നെയുള്ള പേര് പറയണോ? വേണ്ട, തിരിച്ചു ചെല്ലണമല്ലോ. കഥ പറഞ്ഞാ മതി. കഥ എന്താ, കണ്ടു, ഇഷ്ടപ്പെട്ടു. പിന്നെ ആ കൊച്ച് ഏറ്റവും ആദ്യത്തെ ബെഞ്ചിലായിരുന്നിരുന്നത്, ഞാൻ ഏറ്റവും പുറയിലായിരുന്നു. അങ്ങനെ എപ്പോഴും കാണലുണ്ടായില്ല. വല്ലപ്പോഴും ടീച്ചർമാരായിട്ട് എന്തെങ്കിലും വിഷയം ഉണ്ടാകും, അല്ലെങ്കിൽ ഉണ്ടാക്കും ഈ കൊച്ചിനെ കാണാൻ വേണ്ടി, നമ്മുടെ മുമ്പിൽ വിളിക്കാൻ വേണ്ടി. ചെല്ലും കാണും, ഒന്ന് ചിരിച്ചു കാണിക്കും, ആ കുട്ടിയും ചിരിച്ചു കാണിക്കും. അതിന്റെ മനസ്സിലൊന്നും ഉണ്ടായില്ല, നമ്മുടെ മനസ്സില് പ്രേമായിരുന്നു. 1ാം ക്ലാസ്സിലെ പ്രേമം. അതെ, പക്ഷെ അത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ പൊളിഞ്ഞു. വേറൊരു കുട്ടി, നല്ലൊരു കൊച്ചു വന്ന് പുറയിലത്തെ ബെഞ്ചിലിരുന്നു എന്റെ അടുത്ത് തന്നെ. അപ്പൊ നമ്മള് പ്രേമം എന്ന് പറയുന്നത് ഇൻഫാച്വേഷനിലാണ് കളി. പക്ഷെ ലാസ്റ്റ് അടി പറ്റി ഫൈനലില് വീട്. അത് പറയാം, അത് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി. ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ എനിക്കിങ്ങനെ ആകാംക്ഷ വന്നോണ്ടിരിക്കുക. അതെ, നിങ്ങൾക്കൊരു മെസ്സേജ് ഇങ്ങോട്ട് അയക്കണോ ലവ് ബൈറ്റ്സിലേക്ക്? നമ്പർ 56070, ഫോമാറ്റ് ക്ലബ് FM സ്പേസ് നിങ്ങളുടെ മെസ്സേജ്. ഇത് ലവ് ബൈറ്റ്സ്, ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. കേരളത്തിന്റെ നമ്പർ 1 FM ക്ലബ് FM-ൽ ഇത് പ്രണയിക്കുന്നവരുടെ സ്വന്തം നേരം, പ്രണയിച്ചവരുടെ നേരം, ലവ് ബൈറ്റ്സിന്റെ നേരം. കൂടെ റീനു ആൻഡ് സക്കീർ ഹുസൈൻ. 1ാം ക്ലാസ്സിൽ വെച്ച് ആദ്യമായിട്ട് പ്രേമം തോന്നി, പൊളിഞ്ഞു. കാരണം നമ്മൾ വേറെ പെൺകുട്ടിയെ നോക്കി. ഇനി എനിക്ക് സ്കൂളിൽ 10ാം ക്ലാസ്സിലുള്ള കഥ പറ. എത്ര പെൺപിള്ളേരെ പ്രണയിച്ചു? 1ാം ക്ലാസ്സിലെ ആ കൊച്ചിന്റെ പേര് ഇനിയിപ്പോ എന്തായാലും പറയാം, രജിത പേര്. അത് കണ്ട് അപ്പൊ തന്നെ പോയി. പിന്നെ കണ്ട് അടുത്തിരുന്ന ഫ്രണ്ട്സ് എന്ന് പറയുന്ന അഞ്ജു എന്ന് പറയുന്ന കുട്ടിയാ. പക്ഷെ എനിക്ക് അതിനോട് പ്രേമല്ല സംസാരിക്കുന്നതോടും തോന്നിയത്. നല്ലൊരു ഫ്രണ്ടായിരുന്നു. അപ്പൊ അത് പോയി. ഈ അടുത്ത് വരെ ഉണ്ടായിരുന്നു, ഒരു 17-18 വയസ്സ് വരെ നല്ല ഫ്രണ്ടായിരുന്നു. പിന്നെ അവള് എഞ്ചിനീയറിംഗിന് ചേർന്നു, ക്യാരക്ടർ ആകെ മാറി. അത് നമ്മള് പോരാ എന്ന് തോന്നി, ഞാനും വിട്ടു. ഫ്രണ്ട്ഷിപ്പ് അതെ, എല്ലാവരോടും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. ഞങ്ങളൊരു 5 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ചെറുപ്പം മുതല്. അവരിപ്പോഴും ഉണ്ട്. അവരോട് ആരോടും മിണ്ടുന്നില്ല. എനിക്ക് അതിനെപ്പറ്റി ഒരു ബോധമില്ല, കാരണം നമ്മൾ ഓരോ ദിവസം ഓരോ കുട്ടികളെ ഇങ്ങനെ കാണാനുള്ള, നമുക്ക് അതിനെ പറ്റി ഒരു വിഷയം ഉണ്ടായില്ല. പക്ഷെ ഒരു ദിവസം ഞാൻ വിളിച്ചപ്പോ അവള് എന്നോട് എന്താ സംസാരിക്കാൻ പോലും ഒരു താല്പര്യമില്ലായിരുന്നു. ഞാൻ വിളിച്ച് കണ്ടില്ല, സംസാരിച്ചില്ല ഫോണിൽ കൂടെ. ഒരു ദിവസം നേരി കണ്ടപ്പോ ഹായ് എന്നൊക്കെ പറഞ്ഞ് ഓടി വന്നു. സംസാരിക്കാൻ ഞാൻ ഒട്ടും താല്പര്യം കാണിച്ചു. എന്റെ നേരെ വരരുത് ഇനി ഒരിക്കലും, എനിക്ക് തന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല. തന്റെ ബിഹേവിയർനെസ് എങ്ങനെയായിരുന്നു എന്ന് ഭയങ്കരമായിട്ട് കരയാറൊക്കെ അമ്മ കൂടെ ഉണ്ടായി. എന്താ സക്കീർ അങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ സ്ട്രൈറ്റ് ഫോർവേഡ് ആണ്, കാര്യങ്ങൾ തുറന്നു പറയും, അത് ആരായാലും പറയും.
എന്ന് പറയാ കൊച്ചു പിന്നെ അതിൽ പിന്നെ മിണ്ടിയിട്ടില്ല, അവർക്ക് മെസ്സേജ് അതായത് 10ാം ക്ലാസ് വരെയുള്ള കാലം ഈ കൂട്ടും ഇതൊക്കെ ആയിട്ട് അത് നശിപ്പിച്ചു. അതിന്റെ ഇടക്ക് ഞാൻ മദ്രസയിൽ പഠിച്ചിട്ടുണ്ട്. അന്യായ പ്രേമായിരുന്നു അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 2 സൈഡ് രണ്ടുപേർക്കും ഇഷ്ടമായിരുന്നു. എന്റെ ദൈവം കേൾക്കുന്ന ആരെങ്കിലൊക്കെ ഇങ്ങോട്ട് വരുമോ രാത്രി? അത് കുഴപ്പമില്ല. ഇല്ലല്ലോ അല്ലെ? എന്റെ കൊച്ചു കല്യാണം കഴിഞ്ഞ ഒരു കുട്ടിയുണ്ട്. ഓക്കെ, അപ്പൊ അതിലൊരു തീരുമാനമായി. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിലെ പ്രണയകഥ കേട്ടിട്ട് എനിക്ക് ഞെട്ടൽ വന്നോണ്ടിരിക്കുക. അപ്പൊ നമുക്ക് സീരിയസ് കഥയിലോട്ട് കിടക്കാം. സീരിയസ് കഥയിലേക്ക് കിടക്കണം. അതിന്റെ ഇടയ്ക്കുണ്ട് ഒരുപാട് പ്രേമം ഉണ്ട്. ഓക്കെ, ഈ പാട്ടുകൾക്ക് ശേഷം നമുക്ക് ആ കൊച്ചു കൊച്ചു പ്രേമങ്ങളെ കുറിച്ച് പറയാം. സ്റ്റേ ട്യൂൺ ഫോർ ടൺ കണക്കിന് റൊമാൻസ്.